Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അനാലിസിസ് ഓഫ് ടൈം സീരീസ് നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കി പോവാം. ടൈം സീരീസ് എന്താണെന്നുള്ളതും അതിൻ്റെ അനാലിസിസും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴാണ് ഈ ടൈം സീരീസിന് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയൊക്കെ നമുക്ക് ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്കണോമിക് അനാലിസിസിനാണെങ്കിലും അതിൻ്റെ ആ മൂവ്മെൻറ്റ് അറിയാനും ഒക്കെ നമുക്ക് ടൈം സീരീസ് വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് പറയുന്നത്. ഈ ടൈം സീരീസ് എന്ന് പറയുന്നത് എന്താണ്? റെക്കോർഡ് ഓഫ് ഒബ്സർവേഷൻ ഓർ മെഷർമെൻറ്റ് ഓഫ് വേരിയബിൾസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓരോ പീരീഡ് ഓഫ് ടൈമിലും എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട്, അതിൻ്റെ മെഷർമെൻറ്റ്സുകൾ, അതിനെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യുക. അതിൻ്റെ എല്ലാം റെക്കോർഡ് തന്നെയാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ആ ഒരു റെക്കോർഡിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അത് ഡിസ്ക്ലോസ് ചെയ്യുന്ന അതിൻ്റെ റിലേഷൻഷിപ്പ് ആയിരുന്നു പല വേരിയബിൾസ് തമ്മിലുള്ള ആ കാലഘട്ടത്തിലുള്ളത്, അതിൻ്റെ റിലേഷൻഷിപ്പും അതേപോലെ തന്നെ അവിടുത്തെ ആ സമയം ഏതാണെന്നുള്ളതും. അധികമായിട്ടും ടൈം സീരീസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എക്കണോമിക്സ് ആൻഡ് ബിസിനസ്സിൽ തന്നെയാണ്. കാരണം ഇയർലി ആയിട്ടുള്ള നമുക്ക് ഡാറ്റാസ് ഒക്കെ കിട്ടാൻ വേണ്ടി ക്വാർട്ടർലിയും ഹാഫ് ഇയർലിയും ഇയർ വൈസ് ആയിട്ടുള്ളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ വോളിയം അറിയാനും, ബാങ്ക് റേറ്റുകൾ, മണി സർക്കുലേഷൻ, ലാസ്റ്റ് 10 ഇയേഴ്സിലെയും ഇയർലി എക്സ്പോർട്സ് ഓഫ് മെഷീൻസ് ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് ടൈം സീരീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഈ അനാലിസിസ് ഓഫ് ടൈം സീരീസ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അനാലിസിസ് ഓഫ് ടൈം സീരീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും വ്യാഖ്യാനിക്കാനും അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെയൊക്കെ വ്യക്തമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേഷൻ നടത്താനും അതിൻ്റെ ചേഞ്ചസ് എക്കണോമിക് ഫിനോമിനയിൽ ഓവർ ടൈം വിത്ത് ദ ഹോപ്പ് ഓഫ് മോർ കറക്റ്റ്ലി ആൻറ്റിസിപ്പേറ്റിംഗ് ദ കോഴ്സ് ഓഫ് ഫ്യൂച്ചർ ഈവൻസ്. ഭാവിയിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ എങ്ങനെ വേണമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിന് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ്. അത് മെഷർ ചെയ്യുന്നത് പ്രധാനമായിട്ടും എക്കണോമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നടക്കുന്ന അതൊക്കെ എന്താണെന്നുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും എന്തിനൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്? ചേഞ്ചസ് ഇൻ എക്കണോമിക് ഫിനോമിന, സാമ്പത്തികമായിട്ടുള്ള ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളുടെ ആ ഒരു ചേഞ്ചസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഓവർ ടൈം വിത്ത് ദ ഹോപ്പ് ഓഫ് മോർ കറക്റ്റ്ലി ആൻറ്റിസിപ്പേറ്റിംഗ്. കാരണം ഇതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂട്ടാണ് നമ്മൾ ഫ്യൂച്ചർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കോഴ്സ് എങ്ങനെ വേണം തീരുമാനിക്കുന്നത്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. എ ടൈം സീരീസ് ഈസ് എ ഡൈനാമിക് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് റിവീൽസ് ഗുഡ് ഡീൽ ഓഫ് വേരിയേഷൻസ് ഓവർ ടൈം. കാലങ്ങൾ കഴിയുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു, 2000 ഇന്ന പ്രൊഡക്റ്റിന് എന്താണ് വില, 2005 ആയപ്പോൾ 10 ആയപ്പോൾ 20 ആയപ്പോൾ എന്തൊക്കെ മാറ്റം വന്നു, അവിടെ എല്ലാം സമയം കടന്നുപോയി. ആ സമയങ്ങളിലെല്ലാം ഇതിൻ്റെ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് പഠിക്കാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ടൈം സീരീസ് യൂസ്ഫുൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം സീരീസിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ്, ഐഡൻറ്റിഫൈയിങ് ഓർ ഡിറ്റർമിനിങ് ദ വേരിയസ് ഫോഴ്സസ് ഓർ ഇൻഫ്ലുവൻസസ് ഹൂസ് ഇൻട്രാക്ഷൻ പ്രൊഡ്യൂസ് വേരിയേഷൻസ് ഇൻ ദ ടൈം സീരീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ ഐഡൻറ്റിഫൈയിങ്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഡിറ്റർമിനിങ്, നമുക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക. വേരിയസ് ഫോഴ്സസ്, എന്തൊക്കെ ഒരു ശക്തികളാണ് അല്ലെങ്കിൽ ഫോഴ്സസ് ആണ് ഇതിലേക്ക് നമുക്ക് ഈ ഒരു ടൈം സീരീസിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവാൻ കാരണമായതെന്ന് കണ്ടെത്തുക. അതിനെ നമ്മൾ ഇന്നതാണെന്ന് കൃത്യമായി തിട്ടപ്പെടുത്തിയെടുക്കുക. അതിൻ്റെ സ്വാധീനം എത്രത്തോളം ആ ഒരു കാലഘട്ടത്തിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റുക. ആൻഡ് ഐസൊലേറ്റിംഗ്, സ്റ്റഡിയിങ്, അനലൈസിങ് ആൻഡ് മെഷറിംഗ് ദം ഇൻഡിപെൻഡൻ്റ്ലി. ആ ഓരോ ഫോഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക? ഐസൊലേറ്റ് ചെയ്യുക, അതിനെ കൃത്യമായി സ്റ്റഡി ചെയ്യുക, അനലൈസ് ചെയ്യുക, മെഷർ ചെയ്യുക, അതിനെല്ലാം തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റഡി തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആ ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സസ് വന്നതുകൊണ്ട് വന്ന ആ മാറ്റം എങ്ങനെയാണെന്നുള്ളതും, പാസ്റ്റ് ബിഹേവിയർ ഓഫ് ഡാറ്റ എന്താണ്, ഒരു ജനറൽ ടെൻഡൻസി ഓഫ് ഡാറ്റ എന്തിലേക്കാണ് പോകുന്നതും, അതിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് ടൈം സീരീസിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഇനി എന്താണ് ഈ ടൈം സീരീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ടൈം സീരീസ് എപ്പോഴും അനാലിസിസ് നടത്തുന്നത് ഡിസ്ക്ലോസസ് ചേഞ്ചസ് ഇൻ ടൈം ആൻഡ് ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് വേരിയബിൾ. രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, സമയം കൊണ്ട് ആ ഒരു വേരിയബിളിന് വന്ന മാറ്റം. രണ്ട്, അതിൻ്റെ വാല്യൂവിൽ വന്ന ചേഞ്ച്. അപ്പോൾ ടൈമും വാല്യൂവും അതിൽ വന്ന ചേഞ്ച്, ഒരു വേരിയബിളിന് സംഭവിച്ചിരിക്കുന്ന ആ ചേഞ്ചിനെ നമ്മൾ അനലൈസ് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്.
ആൻഡ് പാസ്റ്റ് ബിഹേവിയർ എന്തായിരുന്നു ഇതിൻ്റെ മുൻകാലത്തെ പ്രകടനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും കൂടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം ആ ഒരു ഡാറ്റ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വേരിയബിൾ നമ്മൾ സ്റ്റഡി ചെയ്യാനെടുത്ത വേരിയബിളിൻ്റെ പാസ്റ്റ് ബിഹേവിയർ എങ്ങനെയായിരുന്നു എന്നുള്ളത്. മൂന്നാമത്തത് ഇത് രണ്ടും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ വേരിയബിൾ മുന്നോട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രഡിക്ഷൻ, ഫോർകാസ്റ്റിംഗ്, അതിൻ്റെ പ്ലാനിങ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഈ ടൈം സീരീസ് തന്നെയാണ്. പിന്നെ നാലാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് കറണ്ട് പ്രോഗ്രാംസ്. കൂടാതെ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ആക്ച്വൽ പെർഫോമൻസിനെ നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്തത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് അല്ലേ, മുൻകാലത്തുള്ള പാസ്റ്റ് റെക്കോർഡുകൾ നോക്കണം. ആ പാസ്റ്റ് റെക്കോർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ എങ്ങനെ ആവുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ എക്സ്പെക്ട് ചെയ്ത അതേ പെർഫോമൻസ് നമുക്ക് വന്നോളന്നില്ല. അവിടെ നമ്മൾ ആക്ച്വലി എന്താണോ പെർഫോം ചെയ്തത്, നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തമ്മിലൊരു കമ്പാരിസൺ നടത്താൻ അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ നടത്താനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് കമ്പയർ ചെയ്യാൻ. കാരണം ഓരോ വർഷങ്ങളിലും ഈ വേരിയബിളിൽ വന്ന മാറ്റം താരതമ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പഠനം നടത്താൻ. അതായത് 2000-ൽ ഇതിന് 1000 രൂപയായിരുന്നു വില എങ്കിൽ 2005 ആയപ്പോൾ അത് 10,000 ഉയർന്നു, 10,000 രൂപ. അപ്പം ആ ഒരു 9,000 രൂപയുടെ ഡിഫറൻസ് 5 വർഷം കൊണ്ട് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അതിനെ കമ്പയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ജസ്റ്റ് ടൈം സീരീസ് എന്താ നോക്കുക, അല്ലെങ്കിൽ ടൈം സീരീസിൽ വരുന്ന കാര്യങ്ങൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് നോക്കുക, അതിൻ്റെ പ്രാധാന്യം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ആ ചേഞ്ചസ് അറിയാനാണ്, വേരിയബിളിൽ വന്ന വാല്യൂലും അതിൻ്റെ ടൈമിലൊക്കെ വന്ന മാറ്റങ്ങൾ, അതിന് പാസ്റ്റ് ബിഹേവിയർ മനസ്സിലാക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനും ഇവാലുവേഷൻ നടത്താനും കറണ്ട് പ്രോഗ്രാമിനെ കമ്പാരിസൺ ചെയ്യാനൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ കോമ്പോണൻസ് ആണ്, ടൈം സീരീസിൻ്റെ കോമ്പോണൻസ്. ഇതിൽ പ്രധാനമായിട്ടും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ആണ് നമ്മളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വാല്യൂ ഓഫ് വേരിയബിൾ ചേഞ്ചസ് ഡ്യൂ ടു ഇൻട്രാക്ഷൻ ഓഫ് സച്ച് ഫോഴ്സസ്, പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇതിൽ ചേഞ്ചസ് വരുന്നത് അല്ലേ. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിൽ ഒരുപാട് ഫോഴ്സസ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അവിടെ തന്നെ അത് ബിസിനസ് എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് ആരാണ്, കൺസ്യൂമറാണ് അല്ലേ. അപ്പോൾ ആളുകളുടെ ഹാബിറ്റ്സിൽ, ടേസ്റ്റിൽ ഒക്കെ വരുന്ന മാറ്റങ്ങൾ, പോപ്പുലേഷനിൽ വരുന്ന ചേഞ്ച്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലെ കുറവ്, ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് പീപ്പിൾ, ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ ഓഫ് വേരിയബിൾ ചേഞ്ചസ് ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് സച്ച് ഫോഴ്സസ്. ദീസ് ഫോഴ്സസ് ആർ ഇന്റർ കണക്റ്റഡ് ആൻഡ് കനോട്ട് ഡിസ്റ്റിങ്വിഷ്ഡ് ഈസിലി. കാരണം ഒരിക്കലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് ഇന്നത് കൊണ്ടാണെന്ന് നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല. അത്രത്തോളം അത് ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോഴ്സുകളുടെ ഈ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഇഫക്റ്റ് ടൈം സീരീസിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് അതിനെ തന്നെയാണ് കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ആ ടൈം സീരീസിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം കോമ്പോണൻസ്, അതിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള കാര്യങ്ങളാണ്. 1 സെക്യുലർ ട്രെൻഡ്, 2 സീസണൽ വേരിയേഷൻ, 3 സൈക്ലിക് വേരിയേഷൻ, 4 ഇറഗുലർ വേരിയേഷൻ. ജസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു പോവാം നമുക്ക്. സെക്യുലർ ട്രെൻഡ് എന്താണെന്നുള്ളത്. ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഓരോ കാര്യങ്ങൾ, ഓരോ ഫാഷൻ വരുന്ന സമയം നമ്മൾ പറയാറുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്, ഒരു 4 വർഷമായിട്ട് നമ്മൾ കാണുന്ന ട്രെൻഡ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിൽ, പ്രിഫറൻസുകളിലൊക്കെ ചേഞ്ച് വരുന്നു. അപ്പോൾ ഒരു ലോങ് പീരീഡിലെ ചേഞ്ചിനെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്, കഴിഞ്ഞ 15 വർഷമായിട്ട് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതൊരു ലോങ് പീരീഡിലെ ചേഞ്ച് ആണെങ്കിൽ അതിനെയാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനി അതൊരു ഡെഫിനിറ്റ് ആൻഡ് ബേസിക് ടെൻഡൻസി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വിത്ത് പാസേജ് ഓഫ് ടൈം. കാലങ്ങൾ കഴിയും തോറും അതിനെ ഡിഫൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടും ഒരു ബേസിക് ടെൻഡൻസിയും അത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് എന്ത് പറയുക, സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത്. കാരണം അത് വളരെ സ്മൂത്താണ്, റെഗുലറാണ്, ലോങ് ടേം മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു സെക്യുലർ ട്രെൻഡാണ് അവിടെ നടക്കുന്നത് അറിയണമെങ്കിൽ നമുക്കത് എങ്ങനെയായിരിക്കും, അത് വേറൊന്നിനെയും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ വളരെ സ്മൂത്തായിട്ട് കാലങ്ങളോളം നിലനിന്ന് റെഗുലറായിട്ട് പോവുകയാണെങ്കിൽ അതിനാണ് സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ജനറൽ ടെൻഡൻസി ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ടു റൈസ് ഓർ ഫോൾ ഓർ റിമെയിൻ ദ സെയിം. നമ്മൾ നേരത്തെ പറഞ്ഞു റെഗുലർ ആണ് എന്ന് പറഞ്ഞു, ലോങ് ടേം ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ റെഗുലർ ആയിട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിൽ ഒന്നുമില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് റൈസ് ചെയ്തുകൊണ്ടേ പോവുക, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തുകൊണ്ടേ വരിക, അല്ലെങ്കിൽ റിമെയിൻസ് ദ സെയിം, എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത് അതേപോലെ തന്നെ തുടരുക. ഇതെല്ലാം കാണിക്കുന്നതിൻ്റെ തുടർച്ചകളാണ്.
ഏതെങ്കിലും ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് പോകുന്ന തുടർച്ചകളാണ്. അപ്പോൾ ഈ ഒരു സീരീസിൽ കൺസേൺഡ് ഇൻ പോപ്പുലേഷൻ ഓർ നാഷണൽ ഇൻകം ആൻഡ് അപ്വേർഡ് ടെൻഡൻസി ക്യാൻ ബി നോട്ടീസ്ഡ് വൈൽ ദ ഡാറ്റ ഓൺ ബർത്ത് ഓർ ഡെത്ത് ഓർ ലിറ്ററസി എ ഡൗൺവേർഡ് ടെൻഡൻസിയാണ് കാണിക്കുന്നുണ്ടാവും. ചില സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ എടുത്തു കഴിഞ്ഞാൽ നാഷണൽ ഇൻകം എന്ന് പറയില്ലേ, പോപ്പുലേഷൻ എന്ന് നോക്കുമ്പോൾ അതെന്താ, അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ചില സമയത്തോ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സാക്ഷരതാ നിരക്ക് അതൊക്കെ ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ കൂടിയെന്ന് വരാം. ഇതൊക്കെ ആ ഒരു മാറ്റത്തിനെയാണ് കാണിക്കുന്നത്. ഇതാണ് സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് സീസണൽ വേരിയേഷൻ. ആ പേര് തന്നെ നമുക്കറിയാം എന്താണ്. സീസണൽ വേരിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേരിയേഷൻ വരുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. വിത്ത് ഓക്കർ സം ഡിഗ്രി ഓഫ് റെഗുലാരിറ്റി വിതിൻ സ്പെസിഫിക് പീരീഡ് ഓഫ് 1 ഇയർ ഓർ ഷോർട്ടർ. അതിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ഒരു മാറ്റം ഉണ്ടാവുന്നത് ഒരു 1 ഇയറിലേക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്ടർ പീരീഡിലേക്ക്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രം വരുന്ന ഒരു ചേഞ്ചിനെയാണ് സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരു വർഷത്തിൽ ഏകദേശം ഒരു 4 തരത്തിലുള്ള സീസൺ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 തരത്തിലുള്ള സീസൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ മഴക്കാലം, വേനൽക്കാലം 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് ഒരു 6 മാസം മഴക്കാലം, 6 മാസം വേനൽക്കാലം ആകുമ്പം അവിടെ ആ ഒരു കാലങ്ങൾ കൊണ്ട് പല ബിസിനസ്സിനെയും പലതരത്തിലാണ് ഗുണങ്ങളും ദോഷങ്ങളും ചെയ്യുക. പക്ഷെ അതെല്ലാം എങ്ങനെ, ഒരു ഷോർട്ട് പീരീഡിലേക്കാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്, സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, സോഷ്യൽ കസ്റ്റംസ്, റിലീജിയസ് ഫങ്ഷൻസ്, ഇതെല്ലാമാണ് സീസണൽ വേരിയേഷൻ. ദ പ്രൈസ് ഓഫ് റൈസ് വിൽ ഗോ അപ്പ് ഇൻ ദ സോയിങ് സീസൺ ആൻഡ് വിൽ കം ഡൗൺ ഡ്യൂറിങ് ദ ഹാർവെസ്റ്റ് സീസൺ. അപ്പോൾ നമുക്കറിയാം അരിയുടെ വില അതെപ്പോഴും കുതിച്ചു കൊണ്ട് പോകുന്ന ഒരു സംഭവമാണ്. അത് സോയിങ് സീസൺ പറഞ്ഞാൽ എന്താ, അത് വിത്ത് പാകി ആവുന്ന വരേക്കുള്ള സീസണിൽ കിട്ടാനില്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രൈസ് ഇപ്പോഴും കൂടും. അതേസമയം അത് വിളവെടുപ്പിന് സമയമായി കഴിഞ്ഞാൽ, ഹാർവസ്റ്റ് സീസൺ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എല്ലാം ധാരാളമായി കിട്ടുന്നൊരു സമയമാണ്. അങ്ങനെ വരുമ്പോൾ ആ പ്രൈസ് അവിടെ എന്താവും, തനിയെ ഡൗൺ ആവും, താഴേക്ക് വരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ആ സീസണൽ വേരിയേഷനാണ്. ഇൻ ദ കേസ് ഓഫ് പ്രൈസ് ഓഫ് റൈസ്, ആ റൈസിൻ്റെ പ്രൈസിൽ ആ സീസൺ കൊണ്ടുണ്ടായ വേരിയേഷനാണ് അവിടെ കാണിച്ചത്. ഇതിനാണ് സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് സൈക്ലിക് വേരിയേഷനാണ്. സൈക്ലിക് വേരിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പീരിയോഡിക് മൂവ്മെൻറ്റ്സ് ആണ്. ദീസ് വേരിയേഷൻസ് ഒക്കർ അറ്റ് ഇൻ്റർവെൽസ്, അതായത് മോർ ദാൻ 1 ഇയർ. നമ്മൾ പറഞ്ഞു സീസണൽ എന്ന് പറയുമ്പം വിതിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ നടക്കുന്നു. മറ്റത് ലോങ് ടേമിലേക്ക് പോകുന്നു സെക്യുലർ ട്രെൻഡ്. ഇൻ ബിറ്റ്വീൻ ആയിട്ടുണ്ടാവുന്ന ഒരു സൈക്ലിക് വേരിയേഷൻ, അത് 1 ഇയറിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവും, പക്ഷേ അത്രത്തോളം ലോങ് ടേമിലേക്ക് പോവില്ല. കാരണം ബിസിനസ് സൈക്കിൾസും ട്രേഡ് സൈക്കിൾസും ഒക്കെ, ബിസിനസ്സും എക്കണോമിക് സീരീസും ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു തത്വത്തിൻ്റെ മുകളിലാണ്. കാരണം സൈക്ലിക് പാസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ലൈക്ക് പ്രോസ്പെരിറ്റി, റിസഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. ഓരോ ബിസിനസ്സിനും അത് തുടങ്ങിക്കഴിഞ്ഞാൽ അഭിവൃദ്ധിയിലേക്ക് പോവാണ്, പ്രോസ്പെറിറ്റി, പിന്നെ അത് കഴിഞ്ഞാൽ റിസഷൻ, പിന്നെ അത് ഒരേ ലെവലിൽ നിൽക്കുന്നൊരു പൊസിഷനിലേക്ക് വരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഡിപ്രഷൻ, താഴേക്ക്, വീണ്ടും അത് റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അത് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടുള്ളൊരു പ്രതിഭാസമാണ്. അത് സൈക്കിൾ പോലെ. അപ്പോൾ ഡ്യൂറിങ് ദീസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ടൈം സീരീസ് ഷോ ചേഞ്ചസ്. ആ ഒരു പല സ്റ്റേജസിലും ആ ടൈം സീരീസിലും ആ ചേഞ്ച് കാണാൻ പറ്റും. ഇതിനെ തന്നെയാണ് എന്ത് പറയുന്നത്, സൈക്ലിക് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം വിസിബിൾ ആണെന്നുള്ളതാണ് വേറൊരു കാര്യം. ഇങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായി എന്നുള്ളതും അത് നമുക്ക് വിസിബിളായിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ കാണാൻ കൂടി സാധിക്കും. കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങി നന്നായിട്ട് പോവുക എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് പ്രോസ്പെറിറ്റി സ്റ്റേജാണെന്ന് പറയാം. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പം അത് അവിടെ നിന്ന് പോവുക, റിസഷൻ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അതിനുശേഷം അവിടെ കുറഞ്ഞു വരാൻ തുടങ്ങിയ ഡിപ്രഷനിലാണെന്നുള്ളതും, പിന്നീട് നമുക്കത് പുതിയതിലേക്ക് കൊണ്ടുപോകണമെന്ന്, റിക്കവർ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും ഇവിടെ കാണാം. കാരണം പ്രൈസസ്, പ്രൊഡക്ഷൻ, ഡിമാൻഡ്, ഇതെല്ലാം സൈക്ലിക് ചേഞ്ചുകളാണ്. ഇതിങ്ങനെ വന്നും പോയി ഇരിക്കുന്നൊരവസ്ഥയാണ്. പ്രൈസ് എപ്പോഴും സ്റ്റേബിളായി നിൽക്കില്ല, പ്രൊഡക്ഷനും ഒരേപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഡിമാൻഡ് ചിലപ്പോൾ കൂടുതലനുസരിച്ച് ബാക്കിയെല്ലാം കൂടിക്കൊണ്ടുവരും, ചിലപ്പോൾ ഒരു ഇതെത്തുമ്പോൾ അവിടെ കുറയുമ്പോൾ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും വേറൊരു തരത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ചാക്രികമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്ലിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് ഇവിടെ കാണുന്നത്. ഇതിനെ സൈക്ലിക് വേരിയേഷൻ എന്ന് പറയുന്ന. നാലാമത്തെ വേരിയേഷനാണ് ഇർറെഗുലർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. ഇർറെഗുലർ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ റെഗുലറായിട്ടൊന്നുമല്ല ഉണ്ടാവുന്നത്, അൺയൂഷ്വൽ, അസാധാരണമായിട്ട്, നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാം, അപ്രതീക്ഷിതമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് അൺയൂഷ്വൽ ആണ്, അൺഎക്സ്പെക്റ്റഡ് ആണ്, ആക്സിഡൻ്റൽ ഈവൻസ് ആണ്. ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ യാദൃശ്ചികം എന്നാണ് അർത്ഥം. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് കടന്നു വരുന്ന ചില കാര്യങ്ങൾ, ഇഫക്ട്സ് ഓഫ് എർത്ത് ക്വേക്ക്, സ്ട്രൈക്ക്, ഫ്ലഡ് എക്സെട്ര ലീഡ് ടു ഇർറെഗുലർ വേരിയേഷൻസ്.
അതായത് പെട്ടെന്നാണല്ലോ ഭൂമി കുലുക്കം അല്ലെങ്കിൽ സ്ട്രൈക്ക് ഫ്ലഡ് ഒക്കെ അപ്പോൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ചേഞ്ചസ് അവിടെ ഉണ്ടാകുന്നു. ദീസ് കോസ് സഡൻ ട്രാൻസിഷൻ ഓഫ് അഫയേഴ്സ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്താണെന്നോ ആണോ അതിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വേറൊരു പൊസിഷനിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരുപോലെയല്ല, അത് റാൻഡം ആയിട്ടാണ് സംഭവിക്കുന്നത്. ആ ഒക്കറൻസ് കനോട്ട് ബി പ്രെഡിക്റ്റഡ്. ഇതിങ്ങനെ സംഭവിക്കുന്നത് ഒരാൾക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള ടൈം സീരീസിലെ മറ്റുള്ള കോമ്പോണൻസിനെ പോലെ ഇതിങ്ങനെ സംഭവിക്കും, ഇത്ര മണിക്ക് ഇന്ന സംഭവം ഉണ്ടാവും, എർത്ത് ഉണ്ടാവും, ഫ്ലഡ് ഉണ്ടാവും എന്നൊന്നും നമുക്കവിടെ പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ടൈം സീരീസിൽ പ്രധാനമായിട്ടും എൻ്റെ കോമ്പോണൻസ് പറയുന്നത് സെക്യുലർ ട്രെൻഡ്, സീസണൽ വേരിയേഷൻസ്, സൈക്ലിക് ട്രെൻഡ്, ഇറഗുലർ വേരിയേഷൻസ്. അത് നാലും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കാരണം ഇവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി തുടങ്ങാം നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ എന്തൊക്കെയാണ് ടൈം സീരീസ് എന്താണെന്നുള്ളതും അതിൻ്റെ അനാലിസിസ്, അതിലെ കോമ്പോണൻസ് എന്തൊക്കെ വരും എന്നുള്ളതും അതിൻ്റെ യൂസസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ കോമ്പോണൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോസ് പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും അത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യാൻ നോക്കുക. പിന്നെ 4th സെമസ്റ്ററിൻ്റെ ബാക്കി എല്ലാ സബ്ജക്റ്റും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മാക്സിമം വീഡിയോസ് എല്ലാം കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനൊക്കെ ഒരുപാട് പേർക്ക് മടിയാണ്. ഒരു വീഡിയോ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര മടിയെന്ന് അറിയില്ല. കാരണം നമ്മൾ ചിലപ്പം തിരഞ്ഞുകൊണ്ട് നടക്കും, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പലതും നമ്മൾ വീഡിയോസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അത് നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോസ് തന്നതിന് നമ്മളൊരു നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതിനാണ് ആ ഒരു ലൈക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. നിങ്ങളെപ്പോലെ തന്നെ അറിയാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും സെർച്ച് ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലൊരു കുട്ടികൾക്ക് അത് ഹെൽപ്പ് തന്നെ ആയിരിക്കുമല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മാക്സിമം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.